കാർത്തിക് സുബ്രാജ് ചിത്രം റെട്രോയിലൂടെയെങ്കിലും സൂര്യ തിരിച്ചുവരുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ. അവസാനം സൂര്യയുടേതായി പുറത്തുവന്ന കങ്കുവ ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ജിഗർദണ്ഡ ഡബിൾ എക്സിന് ശേഷം കാർത്തിക് സുബ്രാജ് ഒരുക്കിയ സൂര്യ, പൂജ ഹെഡ്ജ്, ജയറാം, ജോജു ജോർജ്, നാസർ, പ്രകാശ് രാജ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ റെട്രോയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ജഗമേ തന്തിരം, മഹാൻ, ജിഗർദണ്ഡ തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു കാർത്തിക് സുബ്രാജ് ടച്ച് മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് റെട്രോയിലും കാണാനാകുന്നത്. എക്സ്പെഷ്യലി വിഷ്വൽ ക്വാളിറ്റി. റെട്രോയുടെ മെയിൻ പോസിറ്റീവായി തോന്നിയതും ഇതേ വിഷ്വൽ ക്വാളിറ്റി തന്നെയായിരുന്നു. പക്ഷേ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ സൂര്യയുടെ പാരിവേൽ മോശമല്ലാത്ത പ്രകടനം തന്നെയായിരുന്നെങ്കിലും പ്രേക്ഷകരെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കാവുന്ന ഒന്നും സൂര്യയുടെ പെർഫോമൻസിൽ തോന്നിയില്ല. ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു ജോജു ജോർജ്. അത്യാവശ്യം നന്നായി തന്നെ ജോജു ജോർജ് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനത്തോടെടുക്കുമ്പോഴും അതുപോലെ ബോഡി ലാംഗ്വേജിലുമെല്ലാം അല്പം പാളിച്ചകൾ തോന്നി. ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത് പോലെ നായകനൊപ്പം നിൽക്കുന്ന ഒരു കോമഡി കഥാപാത്രം തന്നെയായിരുന്നു ജയറാമിൻ്റേത്. പക്ഷേ ഗെയിം ചേഞ്ചറിൽ ജയറാം ചെയ്ത കഥാപാത്രത്തേക്കാൾ എത്രയോ മികച്ചതെന്നായാണ് പേഴ്സണലി അനുഭവപ്പെട്ടത്. കൊടുത്ത കഥാപാത്രം അത്യാവശ്യം മികച്ചതാക്കിയിട്ടുമുണ്ട് ജയറാം. പ്രകാശ് രാജിനും നാസറിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. അതുപോലെ നായികയായ പൂജ ഹെഡ്ജിനും. സൂര്യ പൂജ ഹെഡ്ജ് കോംബോ എല്ലാം അത്യാവശ്യം ക്രിഞ്ച് ഫീൽ തന്നെയായിരുന്നു. സുജിത് ശങ്കറും അതുപോലെ രമ്യ സുരേഷ് തുടങ്ങിയവരെല്ലാം കൊള്ളാമായിരുന്നു. സന്തോഷ് നാരായണന്റെ മ്യൂസിക്കും അതുപോലെ ആക്ഷനും ഒരു ഓക്കെ ഫീൽ മാത്രമായി തോന്നി. പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കാൻ മ്യൂസിക്കിനും ആക്ഷനും സാധിച്ചിട്ടില്ല. പലയിടത്തും ഫൈറ്റിന്റെ അതിപ്രസരം അനുഭവപ്പെട്ടു. കാലഘട്ടത്തെ ക്രിയേറ്റ് ചെയ്തതെല്ലാം മികച്ചതായിരുന്നു, എക്സ്പെഷ്യലി കോസ്റ്റ്യൂമും ആർട്ടും. ഏകദേശം രണ്ടാം പകുതിയോടുകൂടിയാണ് ചിത്രത്തിലേക്ക് പ്രേക്ഷകർ കുറച്ചെങ്കിലും കണക്ട് ആകുന്നത്. ക്ലൈമാക്സിലേക്ക് അടുക്കുന്തോറും ഒരു ക്ലീഷേ സ്റ്റോറി മാത്രമായിപ്പോയി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ക്ലൈമാക്സ് ആയാണ് അനുഭവപ്പെട്ടത്. ചിത്രത്തിന്റെ മെയിൻ നെഗറ്റീവായി തോന്നിയത് തിരക്കഥ തന്നെയാണ്. കാർത്തിക് സുബ്രാജ് മുൻ ചിത്രങ്ങളിൽ പറഞ്ഞതുപോലുള്ള ചില പൊളിറ്റിക്സ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ മാസ് മസാല എലമെന്റുകൾ ചേർത്തിണക്കി ഒരു ടിപ്പിക്കൽ രക്ഷകൻ സ്റ്റോറി തന്നെയാണ് റെട്രോയും പറയുന്നത്. ആവറേജിലും താഴ്ന്നു നിൽക്കുന്ന ചിത്രമായാണ് റെട്രോ പേഴ്സണലി അനുഭവപ്പെട്ടത്. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.